അന്നൊരു ദിവസം കോളേജിൽ ഡ്യൂട്ടി ചെയ്യുന്നതിനിടെ അവളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു സന്ദേശം വന്നു. അതവളുടെ സുഹൃത്തിൽ നിന്നുള്ളതായിരുന്നു. നിന്റെ ഒരു ഫോട്ടോ അയക്കാമോ എന്നവർ ചോദിച്ചു. എന്തിനാണ് എന്നവൾ ചോദിച്ചപ്പോൾ വേണം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവൾ തന്റെ ഫോട്ടോ അയച്ചുകൊടുത്തു. പിന്നെ അവൾ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. വൈകുന്നേരം അമ്മയോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മൊബൈലിലേക്കൊരു മെസ്സേജ് വന്നു. ആരാ അത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ അവൾ ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നെയെല്ലാം അമ്മയോട് പറഞ്ഞു. അതവളുടെ ഫ്രണ്ട് അയച്ച മെസ്സേജായിരുന്നു. നിന്നെ ഞങ്ങളുടെ ചെക്കൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ നിന്റെ വീട്ടിൽ വന്ന് വിവാഹവിഷയം സംസാരിക്കാമോ എന്ന്. അതവൾ തന്റെ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇല്ല മോളെ, ഞങ്ങളിപ്പോൾ വിവാഹത്തിനായി റെഡിയല്ല. ഈ കാര്യം അവൾ തന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. അപ്പോൾ അവളുടെ ഫ്രണ്ട് മറുപടി അയച്ചു, ഓക്കെ, കല്യാണം ഇപ്പോഴല്ല, 2 വർഷത്തിന് ശേഷം നടത്താമെന്ന്. വരൻ അവളുടെ സഹോദരന്റെ ഫ്രണ്ടാണെന്നറിഞ്ഞപ്പോൾ അവളുടെ വീട്ടുകാർ ഈ വിവാഹത്തിന് ഓക്കെ പറഞ്ഞു. 2 ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ഫ്രണ്ട് വരന്റെ 1-2 ഫോട്ടോസ് അയച്ചു. അത് കണ്ടപ്പോൾ അവൾക്കും അവളുടെ വീട്ടുകാർക്കും വരനെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുപോയി. അന്ന് 2023 ജൂലൈ 6-ന് വരന്റെ വീട്ടുകാർ പെണ്ണ് കാണാൻ ചോക്ലേറ്റ് ബോക്സുമായി എത്തി. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. അവരുടെ വീട്ടിലേക്ക് ഇവരെ ക്ഷണിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 10-ന് അവളുടെ വീട്ടുകാർ അവിടേക്ക് പോയി. അവിടെ എല്ലാവരും ചേർന്ന് സെപ്റ്റംബർ 3-ന് എൻഗേജ്മെന്റ് നിശ്ചയിച്ചു. സെപ്റ്റംബർ 3-ന് എൻഗേജ്മെന്റ് ദിനം. അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ കാണാനായി കൊണ്ടുവന്ന സമ്മാനങ്ങളുമായി വരന്റെ വീട്ടുകാരെത്തി. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. എല്ലാവരും ചേർന്ന് ജാനുവരി 18-ന് കല്യാണം നടത്താമെന്ന് തീയതി നിശ്ചയിച്ചു. ഡിസംബർ 10-ന് അവളുടെ ജന്മദിനം. അന്നേ ദിവസം കോളിംഗ് ബെല്ല് മുഴങ്ങി. വാതിൽ തുറന്നപ്പോൾ വരന്റെ അനിയൻ സമ്മാനം പിടിച്ചു നിൽക്കുന്നത് കണ്ടു. അത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. വിവാഹത്തിനായി ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ജനുവരി 8-ന് വരൻ ഇറാഖിൽ നിന്ന് ഇന്ത്യയിലേക്കെത്തി. 2 ദിവസങ്ങൾക്ക് ശേഷം ജനുവരി 10-ന് അവളെ കാണാൻ വരൻ അവളുടെ വീട്ടിലേക്ക് വന്നു. അതായിരുന്നു നമ്മുടെ കഥാനായിക സുഹൈലയും കഥാനായകൻ സൈനുദ്ദീനും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച. പിന്നീടെല്ലാം കല്യാണ ഒരുക്കങ്ങളായിരുന്നു. ജനുവരി 14-ന് സുഹൈലയുടെ വീട്ടിൽ മെഹന്തി ഫംഗ്ഷൻ നടന്നു. എല്ലാവരും ചിരിച്ചും കഴിച്ചും സന്തോഷത്തിലായിരുന്നു. ജനുവരി 18-ന് അവർ രണ്ടുപേരുടെയും കല്യാണം നടന്നു. അവരുടെ ജീവിതം ഇവിടെ നിന്നാണ് ആരംഭിച്ചത്. പിന്നീടവർ ഹണിമൂണിനായി മുംബൈ, ആഗ്ര, അജ്മീർ, ഡൽഹി, കാശ്മീർ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്തു. ഓരോ സ്ഥലവും അവരുടെ പ്രണയത്തിന് പുതിയ ഓർമ്മകൾ സമ്മാനിച്ചു. ചിരിയും സ്നേഹവും നിറഞ്ഞ ആ യാത്രകൾ അവരുടെ പുതിയ ജീവിതത്തിന്റെ മനോഹരമായ തുടക്കമായി മാറി. സുഹൈല ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. അവരുടെ സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും ചിറകുവിരിഞ്ഞ നിമിഷങ്ങൾ. എന്നാൽ അപ്പോഴാണ് സൈനുദ്ദീൻ തിരികെ പോകേണ്ടി വരുമെന്ന മെസ്സേജ് എത്തിയത്. ആ വാർത്ത കേട്ടപ്പോൾ ഇരുവർക്കും മനസ്സ് നിറഞ്ഞു. വേദനയും കണ്ണീരുമായി സുഹൈലയെ വിട്ട് അവൻ യാത്രയായി. പിന്നീടവരുടെ ജീവിതം വീഡിയോ കോളുകളും മെസ്സേജുകളും മാത്രമായി. സുഹൈലയ്ക്ക് 7 മാസം പൂർത്തിയായപ്പോൾ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. 2024 നവംബർ 24-ന് സുന്ദരനായൊരാൺകുഞ്ഞു പിറന്നു. ആ സന്തോഷവാർത്ത വീഡിയോ കോളിലൂടെ സൈനുദ്ദീൻ കണ്ടു. അയാളുടെ കണ്ണുകളിൽ സന്തോഷവും അഭിമാനവും നിറഞ്ഞു. കുട്ടിക്ക് 6 മാസം കഴിഞ്ഞപ്പോൾ സൈനുദ്ദീനിന് നാട്ടിലേക്ക് വരാനുള്ള ലീവ് ലഭിച്ചു. അങ്ങനെ അയാൾ നാട്ടിലെത്തി. അയാളും സുഹൈല, അവരുടെ കുഞ്ഞ് 3 പേരും ഒരുമിച്ച് കഴിഞ്ഞ ദിനങ്ങൾ സ്നേഹവും സന്തോഷവും നിറഞ്ഞതായിരുന്നു. എന്നാൽ വീണ്ടും സൈനുദ്ദീൻ മടങ്ങേണ്ട സമയമെത്തി. ഈ പ്രാവശ്യം കുഞ്ഞിനെയും ഭാര്യയെയും വിട്ടുപോകേണ്ട വേദന മുമ്പത്തേക്കാളും കൂടുതൽ ഹൃദയം കുലുക്കുന്നതായിരുന്നു. ഇപ്പോൾ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു. വീഡിയോ കോളിലൂടെ അച്ഛനോട് സംസാരിക്കുന്ന ഓരോ നിമിഷവും സ്നേഹവും കാത്തിരിപ്പും നിറഞ്ഞതാണ്. ഇന്നവർ രണ്ടുപേരുടെയും 2ാം വിവാഹവാർഷികം. ദൂരമുണ്ടെങ്കിലും സ്നേഹം അതിലുമധികം അടുത്തായി അവരുടെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്നു. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും യാത്രയിൽ ദൂരങ്ങൾ പോലും ചെറുതായി തോന്നുന്ന നിങ്ങളുടെ ഈ ബന്ധത്തിന് 2ാം വിവാഹവാർഷിക ആശംസകൾ. നിങ്ങൾ രണ്ടുപേർക്കും കുഞ്ഞിന്റെ ചിരിയോടെ നിറഞ്ഞ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ. ഒരുമിച്ചല്ലെങ്കിലും ഹൃദയങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഈ സ്നേഹം
എന്നേക്കും പുതുമയോടെ തുടരട്ടെ.